വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സാധാരണഗതിയിൽ പരിശുദ്ധ പിതാവിൻ്റെ പ്രസംഗങ്ങളാണ്, സന്ദേശങ്ങളാണ്, അഭിമുഖങ്ങളാണ്, അല്ലെ പ്രബോധനങ്ങളാണ് ഈ പ്രോഗ്രാമിലൂടെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അല്പം വ്യത്യസ്തമായി ഇന്ന് ഞാൻ റോമിലെ ഒരു കാര്യാലയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യാലയമാണ് മെത്രാന്മാർക്ക് വേണ്ടിയുള്ള കാര്യാലയം. അതിൻ്റെ പുതിയ പ്രീഫെക്റ്റുമായുള്ള ഒരഭിമുഖമാണ് ഞാൻ നടത്തിയതല്ല, വത്തിക്കാൻ നടത്തിയ ഒരഭിമുഖമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. മെത്രാന്മാരെ നിയമിക്കുന്നത് പരിശുദ്ധ പിതാവാണെങ്കിലും പ്രത്യേകിച്ച് ലാറ്റിൻ ക്രമത്തിൽ നിയമിക്കുന്നത് മാർപ്പാപ്പയാണ്. ഇനി മറ്റ് സഭകളിലെ ഇപ്പം സീറോ മലബാർ സഭയിലെ മെത്രാന്മാരെ ആണെങ്കിലും സിനഡ് തിരഞ്ഞെടുക്കും. സിനഡ് തിരഞ്ഞെടുക്കുന്നതിനെ മാർപ്പാപ്പ അംഗീകരിക്കണം. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ മെത്രാന്മാർക്ക് വേണ്ടിയുള്ള കാര്യാലയമാണ്. മെത്രാന്മാർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത്. അതിൻ്റെ പുതിയ പ്രീഫെക്റ്റായി അടുത്ത കാലത്ത് മാർപ്പാപ്പ നിയോഗിച്ചിരിക്കുന്നത് ആർച്ച് ബിഷപ്പ് റോബർട്ട് പ്രിവോസ്റ്റ് എന്ന് പറയുന്ന ഒരു മെത്രാപ്പൊലിത്തയാണ്. 67 വയസ്സ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം തൻ്റെ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഒരു അഗസ്റ്റീനിയൻ സന്യാസിയാണ്. അമേരിക്കൻ ഐക്യനാടുകളിലെ ഷിക്കാഗോയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് മുമ്പ് എൻ്റെ തന്നെ ഒരു പ്രൊഫസറായിരുന്ന കർദിനാൾ മാർക്ക് ഔലറ്റിൻ്റെ പിൻഗാമിയായിട്ടാണ് അദ്ദേഹം അടുത്ത കാലത്ത് നിയമിതനായിരിക്കുന്നത്. അദ്ദേഹം ഒരു മിഷണറി ആയിരുന്നു. അതിന് പുറമെ പെറുവിലെ ഷിക്കാലായിലെ ആർച്ച് ബിഷപ്പായും പ്രവർത്തിച്ചു. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ മെത്രാന്മാർക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൻ്റെ പുതിയ പ്രീഫെക്റ്റായി നിയമിച്ചിരിക്കുന്നത്. ഈ അഭിമുഖത്തിൽ ഈ ആർച്ച് ബിഷപ്പ് റോബർട്ട് പ്രിവോസ്റ്റ് ഇക്കാലത്തെ മെത്രാൻ ആരായിരിക്കണം എന്നതിൻ്റെ ഒരു ചിത്രം വരച്ച് കാണിക്കുന്നുണ്ട്. ഞാൻ അടുത്ത കാലത്തെങ്കിലും മെത്രാന്മാരെ പറ്റിയുള്ള കഴിഞ്ഞ കൊല്ലങ്ങളിൽ ഞാൻ മെത്രാന്മാരെക്കുറിച്ചുള്ള മാർപ്പാപ്പയുടെ പ്രബോധനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കൊല്ലം അങ്ങനെ ഒന്നും ചെയ്തില്ല. തീർച്ചയായും നമ്മുടെ ഈ പ്രസംഗ പരമ്പരയിൽ മാർപ്പാപ്പ പറഞ്ഞതോ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ പ്രതിനിധി എന്ന വണ്ണം ഈ ആർച്ച് ബിഷപ്പ് പറഞ്ഞതായ പ്രസംഗം ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈ അഭിമുഖം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ഉത്തരമായിട്ടാണ് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യം ഇതാണ്. ലാറ്റിൻ അമേരിക്കയിലെ ഒരു മെത്രാൻ്റെ പദവിയിൽ നിന്നും നമ്മൾ കണ്ടല്ലോ, അദ്ദേഹം പെറുവിലെ ഷിക്കാലയിലെ ആർച്ച് ബിഷപ്പായിരുന്നു. മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മാർപ്പാപ്പയെ സഹായിക്കുന്നതിനുള്ള കാര്യാലയത്തിൻ്റെ മേധാവിയിലേക്കുള്ള മാറ്റത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത് എന്നതായിരുന്നു ഒരു ചോദ്യം. ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞു, നാം എപ്പോഴും ഒരു മിഷനറിയാണ്. എല്ലാവരും മിഷനറിമാരാണ്. ക്രൈസ്തവനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വിശേഷണം അതാണ്. നാം മിഷനറിമാരാണ്. എല്ലാവരും, മെത്രാനായാലും വൈദികനായാലും വിശ്വാസിയായാലും അൽമായനായാലും യുവാവായാലും വിദ്യാർത്ഥിയായാലും സന്യാസിയായാലും സന്യാസിനിയായാലും മിഷനറിമാരാണ്. അതൊരു പ്രധാനപ്പെട്ട സത്യമാണ്. കാരണം സഭ സ്വഭാവത്താലെ മിഷനറിയാണ്. അതുകൊണ്ട് അത് ജീവിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സത്യമാണ് അദ്ദേഹം ആദ്യമേ പറയുന്നത്. എല്ലാ ക്രൈസ്തവൻ്റെയും പോലെ എൻ്റെയും വിളി ഒരു മിഷനറി ആകുക എന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എവിടെയായിരുന്നാലും സുവിശേഷം പ്രഘോഷിക്കുന്നതിനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയാണ്. നിശ്ചയമായും എൻ്റെ ജീവിതത്തിന് വല്ലാത്ത മാറ്റം വന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. എനിക്ക് ഇവിടെ റോമൻ കുരിയായിൽ പരിശുദ്ധ പിതാവിനെ സേവിക്കുവാൻ അവസരം കിട്ടുന്നു. സഭയെ സേവിക്കുവാൻ അവസരം കിട്ടുന്നു. പരിശുദ്ധ പിതാവിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ സഭയെ സേവിക്കുക എന്നാണ്.
നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു മിഷനാണിത്. അതുപോലെ ഒരു പുത്തൻ അവസരവുമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ഒരു പുതിയ മാനം സാക്ഷാത്കരിക്കുന്നതിന് ഉള്ള ഒരു അവസരമാണിത്. അതെപ്പോഴും ശുശ്രൂഷയ്ക്കായി കിട്ടുന്ന അവസരത്തോടെ യെസ് പറയുകയാണ് എൻ്റെ ശൈലി. ശുശ്രൂഷയ്ക്ക് കിട്ടുന്ന ഏതിനോടും യെസ് പറയും. ഈ അരൂപിയിലാണ് റോമിലെ പുതിയ നിയോഗത്തിനായി പെറുവിലെ 8.5 വർഷത്തെ മെത്രാൻ ദൗത്യവും 20 വർഷത്തെ മിഷണറി ദൗത്യവും പൂർത്തിയാക്കി ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് അദ്ദേഹം തൻ്റെ വ്യക്തിപരമായ കാര്യം നമ്മോട് പറയുന്നത്. അടുത്തൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. നമ്മുടെ കാലഘട്ടത്തിലെ ഒരു മെത്രാന് ഉണ്ടാകേണ്ട ഐഡൻറ്റിക്കിറ്റ്, ആ വാക്ക് വളരെ ടെക്നിക്കലാണ്, പല തുണ്ടുകൾ ചേർത്തുണ്ടാക്കുന്ന ഒരു ചിത്രം, അതാണ് ഐഡൻറ്റിക്കിറ്റ് എന്ന് പറയുന്നത്. അത് മെത്രാനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കണം ഈ ഐഡൻറ്റിക്കിറ്റ് എന്ന് ആണ് രണ്ടാമത്തെ ചോദ്യം. ആ ചോദ്യത്തിന് ആർച്ച് ബിഷപ്പ് നൽകുന്ന ഉത്തരം, പ്രഥമവും പ്രധാനവുമായി മെത്രാൻ ഒരു കത്തോലിക്കനായിരിക്കണം. അതാണ് ഈ പിതാവ് പറയുന്നത്. പലപ്പോഴും മെത്രാന്മാർ പ്രാദേശിക വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നതിൻ്റെ അപകടമുണ്ട്. പ്രാദേശികമായി ചുരുങ്ങിപ്പോകാം. തൻ്റെ രൂപത, താൻ ജീവിക്കുന്ന സ്ഥലം, അവിടെയാണ് ഇത് പറയുന്നത്. ഓരോ മെത്രാനും സഭയെക്കുറിച്ചും സാമൂഹിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും കൂടുതൽ വിശാലമായ കാഴ്ചപ്പാടുണ്ടാകണം. മെത്രാപ്പൊലീത്ത പറയുകയാണ്, അതാണ് പ്രധാനം. സഭയുടെ സാർവത്രികത അദ്ദേഹത്തിന് അനുഭവിക്കാനാകണം. കത്തോലിസിറ്റി, കത്തോലിക്കനാകുക, കാത്തോലിക്ക എന്ന് പറഞ്ഞാൽ ഒരു വലിയ വീക്ഷണം ഉണ്ടാവുക എന്ന അതിൻ്റെ അർത്ഥം. അയൽക്കാരനെ ശ്രവിക്കാനും അവൻ്റെ ഉപദേശം തേടാനും സാധിക്കണം മെത്രാന്. മാനസികവും ആത്മീയവുമായ ഒരു പക്വതയും അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ മനുഷ്യരാണ്, പക്ഷേ പക്വതയുള്ളവരെയാണ് ആ രംഗത്തേക്ക് നിയമിക്കേണ്ടത്. ഓരോ മെത്രാൻ്റെയും ഛായാചിത്രത്തിൻ്റെ മൗലിക ഘടകം ഇടയൻ്റേതാവണം എന്ന് ഈ ആർച്ച് ബിഷപ്പ് നമ്മോട് പറയുകയാണ്, പ്രിവോസ്റ്റ് പറയുകയാണ്. സമൂഹത്തിലെ എല്ലാവരുമായും അദ്ദേഹത്തിന് അടുപ്പം ഉണ്ടാകണം. വൈദികർ തൊട്ട് എല്ലാവരോടും അദ്ദേഹത്തിന് അടുപ്പം വേണം. അവർക്ക് മെത്രാനും അപ്പനും സഹോദരനുമായി തീരണം. ജനങ്ങൾക്ക് ഒരു മെത്രാനാണ്, അപ്പനാണ്, സഹോദരനുമാകണം എന്ന് പറയുകയാണ്. ആരെയും ഈ അടുപ്പത്തിൽ നിന്നും ഒഴിവാക്കരുത്. അപ്പം വലിയ അടുപ്പം സൃഷ്ടിക്കുന്ന വ്യക്തിയായിരിക്കണം മെത്രാൻ എന്നാണ് ഈ മെത്രാപ്പൊലീത്ത പറയുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ 4 തരത്തിലുള്ള അടുപ്പങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. 4 തരത്തിലുള്ള അടുപ്പം, പ്രത്യേകിച്ച് വൈദികർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളിലാണ് ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഒരിക്കൽ ഞാനത് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഏതാണ് ഈ 4 തരത്തിലുള്ള അടുപ്പം? ഒന്ന് ദൈവവുമായുള്ള അടുപ്പമാണ്, സഹോദര മെത്രാന്മാരുമായുള്ള അടുപ്പമാണ്, വൈദികരുമായുള്ള അടുപ്പമാണ്, ദൈവജനവുമായുള്ള അടുപ്പമാണ്. 4 അടുപ്പങ്ങൾ ഒരു മെത്രാൻ കീപ്പപ്പ് ചെയ്യേണ്ടത് ആണ് എന്ന് ഈ പിതാവ് പറയുന്നു. ആരിൽ നിന്നും അകന്ന് കഴിയുന്നതിനുള്ള ഒരു പ്രലോഭനത്തിൽ വീഴാൻ പാടില്ല ഒരു മെത്രാൻ. എല്ലാവരോടും അടുപ്പം പാലിക്കണം. അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ഒരു അരമനയിൽ ഒറ്റയ്ക്ക് വസിക്കുന്നവനാകരുത് മെത്രാൻ. ഒരു പ്രത്യേക സാമൂഹിക തലത്തിലോ സഭയിലെ തന്നെ പ്രത്യേക തലത്തിലോ ഒറ്റപ്പെടരുത്. മെത്രാൻ്റെ ഒരു വലിയ ദൗത്യമാണ്. ഒറ്റപ്പെട്ടവനായി ജീവിക്കരുത്, അകന്നവനായി ജീവിക്കരുത്, മുതിർന്നവൻ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ഉന്നത ശ്രേണിയിലാണ് എന്ന് ചിന്തിച്ച് ജീവിക്കരുത്. ഇന്നത്തെ ലോകത്തിൽ അപ്രസക്തമാകുന്ന അധികാരത്തെക്കുറിച്ചുള്ള പ്രത്യേക മനോഭാവത്തിൻ്റെ പിന്നിൽ ഒളിക്കുന്നവനാകരുതൊരു മെത്രാൻ. ഒരു അധികാരഭാവത്തോടു കൂടി ജീവിക്കുന്നവനാകരുത് എന്നർത്ഥം. അധികാരപ്രമത്തത ഭയങ്കര അപകടമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തു കാട്ടുന്നതാണ്. നമ്മുടെ അധികാരം ശുശ്രൂഷിക്കുവാനാണ്,
ശുശ്രൂഷ പൗരോഹിത്യമാണ് വൈദികർക്കും മെത്രാനുമുള്ളത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. വൈദികരെ അനുയാത്ര ചെയ്യുന്നതിനാണത്. വൈദികരെ അനുയാത്ര ചെയ്യുന്നവനാകണം മെത്രാൻ. ഇത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇടയന്മാരും ഗുരുക്കന്മാരും ആകുന്നതിനാണത്. ഇടയന്മാരാവുക, അതുപോലെ തന്നെ ഗുരുക്കന്മാരാവുക, ഇതാണ് പ്രധാനം. നാം പലപ്പോഴും ബദ്ധശ്രദ്ധരാകുന്നത്, ആർച്ച് ബിഷപ്പ് പറയുകയാണ്, കുറേ തത്വങ്ങളോ നമ്മുടെ വിശ്വാസത്തിൻ്റെ ജീവിത രീതികളോ പഠിപ്പിക്കുന്നതിന് മാത്രമാണ്. ഇതാണ് പലപ്പോഴും മെത്രാൻ ചെയ്തു പോകുന്നത്. പക്ഷേ നമ്മുടെ ഒന്നാമത്തെ ദൗത്യം ഈശോ മിശിഹായെ അറിയുക എന്നതാണ്. അതെന്താണ് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അറിയുക എന്നാൽ എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നതാണ്. കർത്താവുമായുള്ള നമ്മുടെ വ്യക്തിപരമായ അടുപ്പത്തിന് സാക്ഷ്യം നൽകുക എന്നതാണ്. ഇതാണ് പ്രധാനം. വ്യക്തിപരമായി ഒരു മെത്രാൻ കർത്താവുമായി നടത്തുന്ന ആ വ്യക്തിപരമായ അടുപ്പത്തിന് സാക്ഷിയാവുക എന്നതാണ്. അത് മറന്നു പോകരുത്. മറക്കുന്നത് അപകടമാണ് എന്ന് ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടുന്നു. നാം കൊടുക്കേണ്ട ഒന്നാമത്തെ സാക്ഷ്യം ഇതാണ് പ്രഥമ സാക്ഷ്യം. വിശ്വാസത്തിൻ്റെ സൗന്ദര്യം, അതായത് ഈശോയെ അറിയുന്നതിൻ്റെ ആനന്ദവും സൗന്ദര്യവും പകർന്നു കൊടുക്കുക. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയുന്ന പ്രയോഗം തന്നെയാണ്. ഈശോയെ അറിയുന്നതിൻ്റെ ആനന്ദം അതൊരു സന്തോഷകരമായ കാര്യമാണ്. സൗന്ദര്യം, ബ്യൂട്ടിഫുള്ളാണത്. ഇത് പകർന്നു കൊടുക്കുക. അതിനർത്ഥം നാം അത് ജീവിക്കണമെന്ന് തന്നെയാണ്. ഈ അനുഭവം പങ്കിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് മെത്രാന്മാരെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. വലിയ നിലപാടാണ്. അവൻ്റെ ഐഡൻറ്റിക്കിറ്റാണത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അടുത്തൊരു ചോദ്യം, സഭാസമൂഹത്തിൽ പോലും ധ്രുവീകരണങ്ങൾ ശക്തമാകുന്ന ഇക്കാലത്ത് പത്രോസിൻ്റെ പിൻഗാമിയുടെ ചുറ്റും ഐക്യത്തിലായിരിക്കുന്നതിൽ മെത്രാൻ്റെ ശുശ്രൂഷയുടെ പ്രാധാന്യം എന്താണ് എന്ന ചോദ്യമാണ് നൽകിയത്. ധ്രുവീകരണങ്ങളുണ്ട് ഇന്ന് എല്ലായിടത്തും, നമുക്കറിയാം, സഭയിലുമുണ്ട്. അത് ശക്തമാണ് പലയിടത്തും. അപ്പം പത്രോസിൻ്റെ പിൻഗാമിയുടെ ചുറ്റും, അതായത് മാർപ്പാപ്പയ്ക്ക് ചുറ്റും ഐക്യത്തിൽ അയക്കുന്നതിൽ മെത്രാൻ്റെ ശുശ്രൂഷയുടെ പ്രാധാന്യം എന്താണ് എന്നതാണ് ചോദ്യം. അതിന് അദ്ദേഹം ഉത്തരം പറയുന്നത്, കഴിഞ്ഞ സിനഡിന്, ഒക്ടോബർ മാസത്തിൽ കൂടിയ സിനഡിന് സിനഡാലിറ്റിയെക്കുറിച്ചായിരുന്നല്ലോ അത്. അവിടെ ഉപയോഗിച്ച മൂന്ന് വാക്കുകളുണ്ട്: പങ്കാളിത്തം, കൂട്ടായ്മ, മിഷൻ. അപ്പം ഈ വാക്കുകൾ ഈ ചോദ്യത്തിന് ഉത്തരം തരുന്നു എന്ന് അദ്ദേഹം പ്രത്യുദ്ധരിച്ചു. ഒരു കാരിസത്തിനാണ് മെത്രാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. കൂട്ടായ്മയുടെ ചൈതന്യം ജീവിക്കുക, അതാണ് ആ കാരിസം. കൂട്ടായ്മയുടെ ചൈതന്യം, കൊളേജിയാലിറ്റി, സംഘാത്മകത, സഭയിൽ ഐക്യമുണ്ടാക്കുക, മാർപ്പാപ്പയുമായി ഐക്യത്തിൽ ജീവിക്കുക. കത്തോലിക്കനാകണമെങ്കിൽ ഇത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. പത്രോസ് ഇല്ലാതെ എന്ത് സഭയാണ് ഉള്ളത്? അന്ത്യാത്താഴത്തിൽ ഈശോ പ്രാർത്ഥിച്ചത് ഇതിനാണ്. അദ്ദേഹം പറഞ്ഞു, എല്ലാവരും ഒന്നാകുന്നതിന്. ഈ ഐക്യമാണ് നാം സഭയിൽ കാണുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ഐക്യമാണ് ഏറ്റവും പ്രധാനം, സർവ്വതാൽ പ്രധാനമാണ്. ഇന്നത്തെ സമൂഹവും സംസ്കാരവും ഈശോയുടെ ആഗ്രഹം നടപ്പാക്കാതിരിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് ലോകം, സമൂഹം, സഭ എല്ലാം ഈ ആഗ്രഹം നടപ്പാക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കുന്നത് എന്ന് അദ്ദേഹം ആനുഷംഗികമായി പറയുകയാണ്. അത് വളരെ ഉപദ്രവമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സഭ പേറുന്ന വലിയ മുറിവാണ് ഐക്യമില്ലായ്മ എന്നും അദ്ദേഹം എടുത്തു പറയുന്നു. ഏറെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ മുറിവ് എന്നത് നാം മറക്കരുത്. ഭിന്നതകളും വിവാദങ്ങളും
ഒന്നിനും സഹായിക്കുന്നില്ല. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട വലിയൊരു സത്യമാണ്. ഭിന്നതകളും വിവാദങ്ങളും ഒന്നിനും സഹായിക്കുന്നില്ല. സഭയിലെ കൂട്ടായ്മയ്ക്കായുള്ള ഐക്യത്തിനായുള്ള മുന്നേറ്റങ്ങളെ ത്വരിതപ്പെടുത്തേണ്ടവരാണ് മെത്രാന്മാർ. മെത്രാന്മാരുടെ ഒരു ദൗത്യത്തെപ്പറ്റി അദ്ദേഹം പറയുന്ന ഇതാണ്: സഭയിലെ കൂട്ടായ്മയുടെ ഐക്യത്തിൻ്റെ മുന്നേറ്റങ്ങളെ ത്വരിതപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ അതാണ് സഭാസമൂഹത്തിൽ പോലും ധ്രുവീകരണങ്ങൾ ശക്തമാകുന്ന ഇക്കാലത്ത് പത്രോസിൻ്റെ പിൻഗാമിയുടെ ചുറ്റും ഐക്യത്തിലായിരിക്കുന്നതിൽ മെത്രാൻ്റെ ശുശ്രൂഷയുടെ പ്രാധാന്യം, ഐക്യം സൃഷ്ടിക്കുക എന്നതാണ്. അടുത്തൊരു ചോദ്യം ചോദിച്ചത്, മെത്രാൻ നിയമനത്തിനുള്ള പ്രക്രിയകൾ മെച്ചപ്പെടാനുണ്ടോ? ഈ മെത്രാപ്പൊലീത്തയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തം ഇതാണ്: മെത്രാൻ നിയമന പ്രക്രിയകളെല്ലാം പരിശോധിക്കുക, എല്ലാം നേരെയാക്കുക. അപ്പോൾ അതിന് മെച്ചപ്പെടുത്താനുണ്ടോ? അവന് പ്രെഡിക്കാത്തും എവാഞ്ചലിയും, അത് മെത്രാന്മാരുടെ തിരഞ്ഞെടുപ്പിനെ പറ്റി നമ്മുടെ മാർപ്പാപ്പ എഴുതിയ ഒരു രേഖയാണ്. അതിൽ പറയുന്നത്, ഈ പ്രക്രിയയിൽ ദൈവജനത്തിലെ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ദൈവജനത്തിലെ എല്ലാ അംഗങ്ങളെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു എന്നാണല്ലോ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ചോദ്യം ഇതാണ്, അത് സംഭവിക്കുന്നുണ്ടോ എന്നതാണ്. മെത്രാപ്പൊലീത്ത മറുപടി പറയുന്നു, കാര്യാലയത്തിൽ ചർച്ച നടന്ന വിഷയമാണിത്. ഈ മെത്രാന്മാർക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തു. കുറേ കാലമായി ഏതാനും മെത്രാന്മാരെയും വൈദികരെയും മാത്രമല്ല, ദൈവജനത്തിലെ മറ്റംഗങ്ങളെയും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു രീതിയുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അവരുടെ അഭിപ്രായം ചോദിക്കാറുണ്ട്. അത് സുപ്രധാനമാണ് എന്നും അദ്ദേഹം കരുതുന്നു. കാരണം ഒരു മെത്രാൻ ഒരു പ്രാദേശിക സഭയെ സേവിക്കുവാൻ നിയോഗിക്കപ്പെടുന്നവനാണ്. ഒരു പ്രത്യേക സ്ഥലത്തെ സഭയെ സേവിക്കാൻ നിയോഗിക്കപ്പെടുന്നവനാണ്. അതുകൊണ്ട് ദൈവജനത്തെ ശ്രവിക്കുന്നത് വളരെ ആവശ്യമാണ്. അവരുടെ സ്വരം കേൾക്കുക, അഭിപ്രായം കേൾക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഈ ആർച്ച് ബിഷപ്പ് നമ്മോട് പറയുകയാണ്. റോബർട്ട് പ്രിവോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേരതാണല്ലോ. ഒരു പ്രാദേശിക സഭയുടെ ഇടയനാകുവാനുള്ള അർത്ഥി ദൈവജനത്തെ അറിയാത്തവനായാൽ ബുദ്ധിമുട്ടാവും. ദൈവജനത്തെ അറിയുന്നവനാകണം. അസാധ്യമാകുമെന്നല്ല, ബുദ്ധിമുട്ടാകുമെന്നാണ് ഞാൻ പറയുന്നത്, അദ്ദേഹം എടുത്തു പറഞ്ഞു. അതുകൊണ്ട് ഈ പ്രക്രിയയിൽ പ്രാദേശിക സഭയിലെ വിവിധ അംഗങ്ങളെ കേൾക്കുന്നതിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്നതാണ് അതിൻ്റെ കാരണം. അതിനർത്ഥം പ്രാദേശിക സഭ തന്നെ അവരുടെ ഇടയനെ തിരഞ്ഞെടുക്കണമെന്നല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാനിത് പറയുമ്പോൾ പ്രാദേശിക സഭ തന്നെ അവരുടെ ഇടയനെ തിരഞ്ഞെടുക്കണമെന്നല്ല. മെത്രാനെ ജനാധിപത്യ സംവിധാനത്തിലുള്ളതുപോലെ വോട്ടെടുപ്പിലൂടെ രാഷ്ട്രീയ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇന്നത്തേതിലും കുറേ കൂടി വിശാലമായ വീക്ഷണം ഉണ്ടാവണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇക്കാര്യത്തിൽ അപ്പസ്തോലിക നുൻഷിയേച്ചർ വളരെ സഹായകരമാണ് എന്ന് പറഞ്ഞു. ഓരോ രാജ്യത്തുമുള്ള അപ്പസ്തോലിക് നുൻഷിയേച്ചറുണ്ട്. അവർ വഴിയാണ് ഒരു അന്വേഷണം സഭ നടത്തുന്നത്. സാവകാശം ഒരു പ്രദേശത്തെ സന്യസ്തരും അൽമായരും അവരുമായും കൂടുതൽ ആലോചന ഉണ്ടാവും എന്ന പ്രത്യാശയാണ് അദ്ദേഹം സമർപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് മെത്രാൻ തിരഞ്ഞെടുപ്പിൽ സമൂഹത്തിൻ്റെ മുഴുവൻ ഉള്ള ഒരു ശ്രമം, അവരുടെ അഭിപ്രായമാരായൽ ഉണ്ടാകണമെന്നതിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അടുത്ത ഒരു ചോദ്യം അദ്ദേഹത്തോട് ഉന്നയിച്ചത്, മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മാർപ്പാപ്പയെ സഹായിക്കുന്നതിനുള്ള കാര്യാലയത്തിൽ 3 സ്ത്രീകളെ അംഗങ്ങളാക്കിയത് മാർപ്പാപ്പ തുടക്കം കുറിച്ച വലിയ ഒരു പരിഷ്കാരമാണ്. മാർപ്പാപ്പ റോമിലെ എല്ലാ കാര്യാലയങ്ങളിലും തന്നെ സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തുകയുണ്ടായി അടുത്ത കാലത്ത്. ഈ കാര്യാലയത്തിൽ മെത്രാന്മാരെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയ നടത്തുന്ന ഈ കാര്യാലയത്തിൽ 3 സ്ത്രീകളെ കൂടി മാർപ്പാപ്പ നിയമിച്ചിട്ടുണ്ട്.
ഇതേക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഇതാണ് ചോദിച്ചത്. ആ ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം നൽകുന്നു. കാര്യാലയത്തിലെ പ്രക്രിയകളെ അവരുടെ അഭിപ്രായങ്ങൾ കൂടുതൽ സമ്പന്നമാക്കുന്നതായി പല അവസരത്തിലും നാം കാണുകയുണ്ടായി. അത് പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പറയുന്നത്. കൂടുതൽ സമ്പന്നമാക്കുന്നു. 2 സന്യാസിനികളും ഒരൽമായ വനിതയുമാണ് ഇങ്ങനെ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കാര്യാലയത്തിൽ 2 സിസ്റ്റേഴ്സ്, ഒരു അൽമായ വനിത. അവരുടെ അഭിപ്രായങ്ങൾ പല കാര്യത്തിലും മറ്റുള്ളവരുടേതിന് സമാനമാണ് എന്ന് ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. എന്നാൽ ചിലപ്പോൾ അവർ പുത്തൻ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കാറുണ്ട് എന്നതും സമ്മതിക്കണം. അത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വലിയ സംഭാവന ആകുമെന്നാണ് അദ്ദേഹം പ്രത്യാശിക്കുന്നത്, അദ്ദേഹം വിശ്വസിക്കുന്നത്. ഇവിടെയും സ്ത്രീകളുണ്ട് എന്ന് കാണിക്കുന്നതിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ ഒരു നീക്കം എന്നതിനപ്പുറമാണത് എന്നും പറയും. വെറുതെ ഒരു ഷോ കാണിക്കാനല്ല. അവിടെയും സ്ത്രീകളുണ്ട്, സ്ത്രീകൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. ഒരു പേരിനുള്ള ഒരു വയ്പല്ലത്. ഞങ്ങളുടെ ചർച്ചകളിൽ അവർ യഥാർത്ഥവും ഫലദായകവുമായ സംഭാവനകൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും അർത്ഥികളെക്കുറിച്ചുള്ള ഫയലുകൾ പരിഗണിക്കുന്നതിൽ അവരെ മിടുക്കരാണ് എന്ന് ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ നടത്തിയ ഇൻ്റർവ്യൂ ഇനിയും കുറേ കൂടിയുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ സമയമായതുകൊണ്ട് ഞാനിവിടെ അടുത്ത എപ്പിസോഡിൽ അത് തുടരുന്നതാണ്. അപ്പോൾ തീർച്ചയായും മെത്രാന്മാരുടെ നിയമനത്തിന് വേണ്ടിയുള്ള ഈ കാര്യാലയത്തിൻ്റെ ലീഡർ എന്ന നിലയിൽ അദ്ദേഹം ചാർജ് എടുത്തിരിക്കുന്നു, പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വളരെ ആനുകാലികമായ സമകാലികമായ ഒട്ടനവധി നീക്കങ്ങൾ മാർപ്പാപ്പ നടത്തിയിരിക്കുന്നതും ആഗ്രഹിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ ഈ വിഷയം നമുക്ക് തുടരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.